അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കൾക്ക് ബാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട്, അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട്. അങ്ങോട്ടുണ്ട് കുറേ കടമകൾ മക്കളോട്. അങ്ങോട്ട് അവരെ പോറ്റി വളർത്തുക, സംരക്ഷിക്കുക, അതിലൊക്കെ വലിയ ബാധ്യതയുണ്ട്. അവരെ വല്ലാതെ ഹെർട്ട് ചെയ്യുക, അവരെ മാനസികമായി വേദനിപ്പിക്കുക. അവർക്കും ഒരു മനസ്സുണ്ട്. നമ്മളെ മക്കളാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ മനുഷ്യന്മാരാണ്. അള്ളാഹു നമുക്ക് തന്ന സന്താനങ്ങളാണ്. എന്തും കാണിക്കാം എന്നൊരവസ്ഥ വന്നുകൂടാ. ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് പോലെ, ഗ്യാലറി പോലെ, ഫുട്ബോളിൻ്റെ മാച്ച് പോലെ എല്ലാം അങ്ങോട്ട് തട്ടിക്കൊടുക്കുക എന്നത് പറ്റില്ല. അതും തെറ്റാണ്. മാതാപിതാക്കളാണെങ്കിൽ അവരോട് മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ അപാരമായ മഹബത്തും സ്നേഹവും ഒക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷേ പ്രകടിപ്പിക്കണം. അവരെ മനസ്സിനെ വേദനിപ്പിക്കരുത്. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നല്ല നല്ല ചിന്തകൾ, അതൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. എല്ലാം അവരെങ്ങനെ തകർത്തിക്കളയുന്ന അവസ്ഥ വന്നുകൂടാ. ഒരാളെ കൂടുതൽ സ്നേഹിച്ച് മറ്റാളെ തകർത്തിക്കളയുക എന്ന ചിന്ത വരുന്ന രക്ഷിതാക്കളുണ്ട്. അപകടകാരികളാണവർ. സ്വന്തം മക്കളെ വേദനിപ്പിക്കുന്നൊരവസ്ഥ ഉപ്പാക്കും ഉമ്മാക്കും വന്നുകൂടാ. കാരണം നമ്മൾ പ്രസവിച്ചു, ഉമ്മ പ്രസവിച്ചു, വാപ്പ പോറ്റി വളർത്തി എന്നതുകൊണ്ട് മാത്രം കടപ്പാട് തീരുന്നില്ല. അവരെ നല്ല നിലയിൽ സന്തോഷിപ്പിച്ച് വളർത്തിയെടുക്കാൻ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹമേ തിരിച്ചിങ്ങോട്ടും കിട്ടുള്ളൂ. ഞാനെന്താ ചെയ്യാൻ, എൻ്റെ ഉമ്മയെക്കൊണ്ട് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു എന്ന് പറയുന്ന രക്ഷിതാക്കൾ മക്കളുണ്ട്. മക്കളെ മനസ്സിലാക്കാത്ത ഉമ്മ, അതുപോലെ തന്നെ മക്കളെ മനസ്സിലാക്കാത്ത ഉപ്പ, അതൊക്കെ അപകടം തന്നെയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ അങ്ങോട്ടും ചില കടപ്പാടുകളുണ്ട്. അത് തീർത്തും പാലിച്ചേ പറ്റൂ. അത് പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. കുട്ടികളെ വളർത്തുമ്പോൾ എന്താ കാരണം എന്നറിയോ? മമ്മി ഡാഡി സംസ്കാരങ്ങളൊക്കെ അല്ലേ നമ്മളെ കുട്ടികളെ കൊണ്ടുവരുന്നത്. മമ്മി എന്ന് പറഞ്ഞാലേ ഉമ്മാക്ക് സമാധാനം കിട്ടുള്ളൂ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല. മമ്മി എന്ന് പറഞ്ഞ് കേൾക്കുന്നത് എന്തൊരു രസമായിരിക്കും എന്നറിയോ? മമ്മി എന്ന് പറയുമ്പോൾ ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന പെട്ടി എന്നാണ് അതിൻ്റെ ഡിക്ഷണറിയിൽ കാണുക. ഡെഡ് ബോഡി സൂക്ഷിച്ച പെട്ടി എന്ന് ഉമ്മാനെ വിളിച്ചാലേ ഉമ്മാക്ക് സമാധാനം കിട്ടുള്ളൂ. ഡാ ഡി, ഉമ്മാനെ ഡാന്നു ഉപ്പാനെ ഡീന്നു അല്ല, നേരെ മറിച്ച് ഉമ്മാനെ ബാപ്പാനെ ഡാന്നും ഉപ്പാനെ ഡീന്നും വിളിച്ച് ഡാഡി. ഈ സംസ്കാരങ്ങളിലെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ആ കുട്ടി നമുക്ക് ഉപകാരപ്പെട്ട കുട്ടിയായി കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. കുട്ടീനെ വളർത്തുന്നിടത്തും കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങളില്ലാത്ത കുട്ടിയെ വളർത്തിയെടുത്താൽ ആ കുട്ടി ഡാർവിൻ സിദ്ധാന്തം പഠിച്ച കുട്ടിയായി മാറും. വാപ്പ കുരങ്ങുന്നുണ്ടായതാണ്, എൻ്റെ അപ്പ കുരങ്ങനായിരുന്നു എന്ന്. കുരങ്ങിന്ന് ഉൽപ്പാദിപ്പിച്ച മക്കളായി വരും. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നിടത്തും വലിയ പങ്ക് നമുക്കുണ്ട്. അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അവസ്ഥ വന്നുകൂടാ. മാറ്റത്തിരുത്തലുകൾ വന്നുകൂടാ. മക്കളെ സ്നേഹിക്കുന്നിടത്തും നമ്മൾ വ്യത്യാസം വന്നുകൂടാ. സ്വാഭാവികമായിട്ടും ചില മക്കളോട് മഹബത്ത് വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ ഒന്ന് കരുതി മറ്റേ മക്കളെ തളർത്തിക്കളഞ്ഞുകൂടാ. നമ്മളെ കൂടുതൽ പരിഗണിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന മക്കളോട് മഹബത്ത് ഉണ്ടാകാം. മഹബത്തിന് ചാൻസുകളുണ്ട്. പക്ഷേ അതെന്ന് കരുതി മറ്റുള്ള മക്കളെ ഇകഴ്ത്തിക്കളയരുത്. ഒരിക്കലും ഇകഴ്ത്താൻ പാടില്ല. ഒരിക്കലും മക്കളെ ഇൻസൾട്ട് ചെയ്യരുത്. അവരും മനുഷ്യരാണ്. അവർക്കൊരു മനസ്സുണ്ട്. അത് ഉപ്പയാണ് ഉമ്മയാണെന്ന് കരുതിയിട്ട് തളർത്തിക്കളയാൻ പറ്റിയതല്ല. അതങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ബാപ്പയും മക്കളും ഉമ്മയും മക്കളും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബങ്ങളൊക്കെ ആക്കി തരുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.